ഹായ് ഗൈസ്, അപ്പം നമ്മൾ മൂന്നാർ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കാലത്തെ ലുക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ 5 മണി 5:00 പറഞ്ഞ് നല്ല ഇരുട്ടാണ്. അത്യാവശ്യത്തിന് മഞ്ഞും തണവൊക്കെ ഉണ്ട്. നേരെ ഇങ്ങനെ വെളുത്ത് തന്നേ ഉള്ളൂ. അങ്ങനെ പോയി അങ്ങനെ ഓഫീസിലെത്തിയപ്പോണ്ടാ നമ്മുടെ ഇന്ദുപുഷ്പം ഇന്ദു എന്നുണ്ട് പേര്. ചങ്കാണ്. മൂപ്പർക്ക് എൻ്റെ തലയിലിരിക്കുന്ന കൊണ്ടാണ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിലായിരുന്നു മൂപ്പരുടെ കളി മുഴുവൻ. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ ആയിരുന്നു. ഞാൻ അന്നത്തേക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്നത്തെയും പോലെ എൻ്റെ സെയിം വീഡിയോ എടുക്കണം. മുടി പിരിക്കലില്ലാണ്ടത് എനിക്കൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ചെറുക്കപ്പുറക്ക് കുറച്ച് വീഡിയോസ് എടുത്തു ഗൈസ്. കാരണം എന്തെങ്കിലുമൊക്കെ വേണ്ട ട്രിപ്പ് പോയി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എന്നോട് ചെക്കനോട് ചിരിക്കി എന്ന് പറഞ്ഞിട്ട് 2-3 വീഡിയോസ് എടുത്തു. ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെയും വീഡിയോസ് എടുത്തു. എൻ്റെ ആണല്ലോ, അപ്പം ഞാനും എടുക്കണമല്ലോ വെച്ചിട്ട് അങ്ങനെ ബസ്സിൽ കയറിയപ്പോണ്ട് കുറേ പേര് വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിന്ന് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വരാനുണ്ട്. നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എനിക്ക് എന്താണെന്ന് അറിയില്ല, സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോണ്ട് അവിടെ നിറയെ ബോഗമില്ല. വെട്ടില്ല ഞാൻ അപ്പം തന്നെ വീഡിയോസ് എടുത്തു. പിന്നെ നമ്മൾ പോയത് ശ്രാവൺ ഭവനിലേക്ക് കേട്ടോ. കാരണം ശ്രാവൺ ഭവൻ കുഴപ്പമില്ലാത്ത ഫുഡാണ്. അങ്ങനെ അവിടെ ചെന്ന് എത്തി നല്ല പൂരത്തിരക്കായിരുന്നു. ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എന്നത്തെയും പോലെ എന്താണ് മസാല ദോശ ഒരു വികാരമാണ്. ഇവിടെ പോയാലും മസാല ദോശ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മസാല ദോശ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് കുത്തിക്കെറ്റി. അപ്പോൾ അത് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എൻ്റെ ചെറുക്കപ്പുറക്ക കുറേ വീഡിയോസ് എടുത്ത് കൂട്ടി. കാരണം എവിടെ പോയാലും വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഉണ്ടത് വീണ്ടും പോകവില്ലാസ്. അപ്പോൾ വീണ്ടും പോകവില്ലാസ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ബോഗൻവില്ലൊക്കെ എടുത്ത് നമ്മൾ ബസ്സിൽ കയറി. വീണ്ടും നമ്മൾ പഴയ പോലെ ഡാൻസ് വെറും ഡാൻസ്. അങ്ങനെ നമ്മൾ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയപ്പോൾ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. എന്ത് കഴിക്കും കാരണം വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ട് ഹെവി ആയിട്ട് കഴിക്കേണ്ട എന്നായിരുന്നു. മീൽസ് കഴിക്കുന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ബട്ട് എല്ലാവരും മന്തിനെ പിടിച്ച് കയറി. ഞങ്ങളുടെ ടീമിലൊക്കെ മന്തിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മന്തി കഴിക്കാം. അങ്ങനെ മന്തി വന്നപ്പോഴാണ് നമ്മുടെ പകുതി കിളി പോയത്. കാരണം എന്താ പറയുക, 2 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഒരു മന്തി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ വെച്ചിട്ട് വാങ്ങിച്ച കാരണം സത്യം പറയാമല്ലോ, ഞങ്ങളുടെ എല്ലാവരും ഫുഡും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. മന്തിയോട് എനിക്ക് വലിയ ക്രേസുള്ള ഒരാളല്ല. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത് അങ്ങനെ ഫുഡിങ് കഴിഞ്ഞ് നമ്മൾ ഞാൻ നന്നായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റിസോർട്ട് വന്നിട്ട് മിസ്റ്റേക്ക് എന്നുള്ള റിസോർട്ടായിരുന്നു മാങ്കുളത്തെ. നമ്മൾ പ്രോപ്പർ മൂന്നാറിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ കുറച്ച് എന്താ പറയുക നടക്കാനുണ്ട് നമ്മുടെ റൂമിലേക്ക്. ചെറിയൊരു കയറ്റാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാണാൻ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ റൂമിലേക്ക് ഉള്ള നടത്താണ്. മല കയറണല്ലോ, ചെറിയൊരു മലയാണെങ്കിലും നമ്മൾ ഇത്ര ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നല്ല ക്ഷീണമുണ്ട്. എങ്ങനെയും പോയി കിടന്നാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് വരുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ചെക്കിൻ ചെയ്ത് അപ്പോൾ കുറേ എണ്ണം അടിപ്പാടി വരുന്നുണ്ട്. കാരണം കയറാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതായത് നല്ല ക്ഷീണിച്ച് കുറേ പേര് വൊമിറ്റൊക്കെ ചെയ്ത് ടയേർഡായിട്ടാണ് വരുന്നത് ആർക്കെങ്കിലും. പിന്നെ കുറച്ച് പേരവിടെ ചെക്കിൻ ചെയ്യാനായിട്ട് പോയി. നമ്മളപ്പോൾ വന്ന് ക്ഷീണിച്ചതല്ലേ, നമ്മൾ കുറച്ച് പേര് അവിടെ റെസ്റ്റൊക്കെ ചെയ്തു. ഞാനപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ചെറുപറ എല്ലാവരുടെ വീഡിയോസ് എടുക്കലായിരുന്നു. കാരണം നമ്മൾ ഒരു വീഡിയോസ് പോലും സ്കിപ്പ് ചെയ്യാറില്ല. സത്യം പറയാമല്ലോ, ഇപ്രാവശ്യത്തെ വീഡിയോസ് വളരെ കുറവാണ്. കാരണം ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജ് പോണതിന് മുമ്പ് കിട്ടിയ വീഡിയോസ് എടുക്കാമെന്ന് വെച്ചിട്ട് ചെറുക്കപ്പുറക്ക കുറേ വീഡിയോസ് എടുത്തു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ചെക്കിൻ ചെയ്യേണ്ട ഒരു തിരക്കിലാണ്. കാരണം റൂം ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റൂം ലൊക്കേറ്റ് ചെയ്താൽ പിന്നെ ഫ്രീ ആയിട്ട് പോകാമല്ലോ. അങ്ങനെ പിന്നെ റൂം കിട്ടിയാലൊക്കെ റൂമിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളും റൂമിലേക്ക് പോകണ തിരക്കായിരുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ റൂം വന്ന് ടോപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ റൂമിലേക്ക് എത്തി. റൂമൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, നല്ല സൂപ്പർ റൂമായിരുന്നു. അങ്ങനെ ഈവനിങ് നമ്മൾ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈവനിങ്ങിലെ ഔട്ട്ഫിറ്റ്. ഇതായിരുന്നു. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഡ്രസ്സ്. നല്ല കംഫർട്ടായിരുന്നു, കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുക്കപ്പുറക്ക സെയിം പറയണ പോലെ തന്നെ ഒരുപാട് വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടി. അങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഫുഡിങ് ആണ് കേട്ടോ. ഫുഡ് അടിക്കാൻ വേണ്ടി പോയപ്പോൾ അത്യാവശ്യം ഒരു വലിയ മെനു തന്നെ ഉണ്ട്.
കണ്ടപ്പോൾ കിളി പോയി. പക്ഷേ മിക്കതും കഴിക്കാത്ത ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ ഫുഡിങ് സെറ്റാക്കി. കാരണം ഒരു എന്താ പറയുക, അത്രയും നല്ലൊരു ബസ്സിൽ നിന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നപ്പോൾ വിശപ്പ് കുറച്ചും കൂടെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫുഡിങ് സൂപ്പറായിട്ട് ചെയ്യും. എല്ലാം വല്ലത് പറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു മണ്ണം കെട്ടി കഴിക്കൊന്നുമില്ല. പായസമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. അങ്ങനെ കുഴപ്പമില്ല. ഇത്രയും വിഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ അങ്ങനെ നമ്മുടെ ഫുഡിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മുടെ പാർട്ടിക്കാണ്. പാർട്ടിക്ക് ഇപ്പോൾ ലിക്വർ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചൊന്നുമില്ല. നമ്മളിവിടെ വെറുതെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോയത് നമ്മുടെ ക്യാമ്പ് ഫയറിനാണ്. സത്യം പറയാമല്ലോ, ഞങ്ങൾ എത്രയും മുമ്പ് ക്യാമ്പ് ഫയറും കഴിഞ്ഞു, എല്ലാ ഫയറും കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2-3 പാട്ടൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അത്യാവശ്യത്തിന് പാട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വൈബും കൂടായിരുന്നു. അപ്പോൾ കുറച്ച് ടീമുകൾ എന്താ പറയുക, ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ടീമുകൾ ഇവിടെ തലകുത്തിമറിയലും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ക്യാമ്പ് ഫയറും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് കണ്ടാൽ തീയൊക്കെ കെട്ട് തുടങ്ങി. തീയൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാമ്പ് ഫയർ ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് പാട്ട് കിട്ടിയ ഡാൻസ് കളിക്കണം. അതിപ്പോൾ എവിടെയാണെങ്കിലും ഏത് മൂഡിലാണെങ്കിലും പാട്ടുണ്ടോ ഡാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല വൈബ് മൂഡിലായിരുന്നു. ഡാൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിൻ്റെ വീഡിയോസ് വെക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഓഡിയോ ഇടാൻ തീരെ പറ്റില്ല. അപ്പം നമ്മൾ ഓഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് കോപ്പിറൈറ്റ് കിട്ടും, എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. കാരണം ഓൾറെഡി എനിക്ക് മുമ്പ് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം തീരെ ഇടുന്നില്ല. അതുകൊണ്ടായിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചെറുപറ ഞങ്ങളുടെ ഘോഷങ്ങളും ഡയലോഗുകളൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഫുൾ എൻജോയ്മെൻ്റായിട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ അവിടുത്തെ മെയിൻ ഡാൻസറാണ്. ഇവൻ്റെ ഡാൻസ് കണ്ട് സത്യം പറയാലോ ഗേസ്, ഞാൻ അന്തം വിട്ടുപോയി. അങ്ങനെ അവന് മാത്രം ഞാൻ കുറേ നേരം സൂം ചെയ്തിട്ട് കുറേ നേരം വീഡിയോസ് എടുത്തിട്ടാണ്. ചെക്കൻ പൊളിയായിരുന്നു, ചെക്കൻ വേറെ ലെവലായിരുന്നു. അങ്ങനെ അവനെ കുറേ പ്രോത്സാഹിപ്പിച്ചു. അവൻ സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ വിചാരിച്ചു ചെക്കൻ പോരാന്ന്, പക്ഷേ ആൾ പുലിയാണ്. സൂപ്പറായിട്ട് ഡാൻസൊക്കെ കളിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഇതൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, താമസിയാതെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡാൻസും പാട്ടും തുള്ളലൊക്കെ വേഗം അവസാനിപ്പിച്ചു. കാരണം ടൈം ഒരുപാടായതുകൊണ്ട് നമ്മൾ ഇത് വേഗം മൈൻഡപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വെള്ളാട്ടി ടീമിനെ നോക്കാൻ പോയപ്പോൾ അവർ നല്ല ഫുഡിങ്ങിലും കാര്യങ്ങളൊക്കെ എല്ലാവരും ചീയേഴ്സ് പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കണ്ട ഗൈസ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പൂളിൽ ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ പൂളിലും നമ്മുടെ ഗതി വേറെ ഫാമിലീസ് ഉള്ളതുകൊണ്ട് നമ്മളവിടെ നിന്ന് വായം പൊളിച്ച് നോക്കി നിൽക്കേ അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വീഡിയോസ് അങ്ങനെ ഇങ്ങനെ തല ചിരിച്ചും മറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടോ, കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് പിന്നെ എൻ്റെ കൂട്ടുകാരത്തിയാണ്, അർജുന എന്ന് പറയും. അർജുന പറഞ്ഞു, ഇത് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുത്താടി തോന്നുമ്പോൾ ഞാൻ അവളുടെ കുറച്ച് സ്റ്റിൽസ് അങ്ങനെ അവളുടെ വീഡിയോസ് എടുത്തിട്ടാണ് മനസ്സിലായത് എൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ലല്ലോ. അതെടുക്കാൻ വേണ്ടി ക്യാമറ ഉണക്കിയപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് ബൾബായി പോയി. ക്യാമറയും കാണില്ല, എന്നെയും കാണില്ല, പൂളും കാണില്ല. എന്നിരുന്നാൽ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ എടുത്തു. അങ്ങനെ പൂളിലെ മറിച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടുള്ള ലുക്കാട്ടോ കാണാൻ. ഇനി എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി, ബിക്കോസ് അത്രയും ടയർഡാണ് ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് മിസ്റ്ററി ഗാർഡൻ്റെ വ്യൂസൊക്കെ എടുത്തു. പിന്നെ ഈ ഫ്ലവർ കേട്ടോ, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കടയൊക്കെ ഞാൻ അടിച്ച് മാറ്റി കൊണ്ടുവരാനായിട്ട് നോക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ ഗൈസ് വലിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. എന്താണെന്നറിയില്ല, ചെടിയോട് ഭയങ്കര ഇഷ്ടമായിട്ടാണോ, ഞാൻ ഇട്ട ഡ്രസ്സിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയില്ല, ഒരുപാട് വീഡിയോസ് എടുത്തു. സത്യം എനിക്ക് ട്രിപ്പ് പോയിട്ട് എടുത്തതിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ അവിടെയായിരുന്നു. പക്ഷേ പിന്നീട് വന്ന് നോക്കിയപ്പോൾ ഗാലറിയിലുള്ള പകുതി ഫോട്ടോസൊക്കെ ബ്ലറായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. എന്നാൽ പോലും എനിക്ക് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടാണ്. തിരിച്ച് നമ്മൾ ഓഫീസിലെത്തി കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട് കേട്ടോ ഗൈസ്.